ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വീഡിയോ സീരീസിലൂടെ നാം വിചിന്തനം ചെയ്യുന്നത് തോമസ് എക്കംബസിന്റെ ക്രിസ്താനുകരണം എന്ന ഗ്രന്ഥമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗ്രന്ഥത്തിലെ 1-ാം പുസ്തകം 4-ാം അധ്യായമാണ്. ഈ അധ്യായത്തിന്റെ ശീർഷകം പ്രവർത്തികളിൽ വിവേകം. വിവേകപൂർവം നാം എങ്ങനെയാണ് അയൽക്കാരനോടുള്ള സ്നേഹത്തിൽ അഥവാ പരസ്നേഹ അഭ്യസനത്തിൽ വർത്തിക്കേണ്ടത് എന്നതാണ് ഈ അധ്യായത്തില് പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ അധ്യായത്തില് 2 ആത്മീയ ഉപദേശങ്ങളാണുള്ളത്. 1-ാമത്തെ ആത്മീയ ഉപദേശം, എല്ലാ വാക്കുകളും എല്ലാ നിർദ്ദേശങ്ങളും എളുപ്പത്തിൽ വിശ്വസിക്കരുത്. ദൈവഹിതത്തിനൊക്കും വിധം സംഗതികളെ സൂക്ഷ്മമായും സാവധാനമായും ചിന്തിക്കണം. കഷ്ടം പലപ്പോഴും മനുഷ്യർ ചെയ്യുന്ന നന്മയേക്കാൾ കൂടുതലായി അവരുടെ തിന്മകളെയാണ് നാം പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. നാം എത്ര ബലഹീനർ! പുണ്യപരിപൂർണർ കേൾക്കുന്നതൊക്കെയും എളുപ്പത്തിൽ വിശ്വസിക്കുന്നില്ല. മനുഷ്യർ തിന്മയിലേക്ക് ചാഞ്ഞാണ് ഇരിക്കുന്നതെന്നും സംസാരത്തിൽ അവർക്ക് തെറ്റ് പറ്റാമെന്നും അവർ അറിയുന്നു. ഇതാണ് 1-ാമത്തെ ആത്മീയ ഉപദേശം. അപ്പോൾ ഈ ഉപദേശത്തിലൂടെ പ്രധാനമായിട്ടും നാം മനസ്സിലാക്കുന്നത്, സംസാരത്തിൽ മനുഷ്യർക്ക് തെറ്റ് പറ്റാം, അത് മനുഷ്യരുടെ ഒരു സ്വാഭാവിക പ്രകൃതിയാണ് എന്നൊരു ബോധ്യം ഒരുപാട് പുണ്യാഭ്യാസം ചെയ്ത് പരിപൂർണത പ്രാപിച്ചവർക്കുണ്ട്. പക്ഷേ സാധാരണ ഒരു മനുഷ്യന്റെ സ്വാഭാവിക പ്രകൃതി അനുസരിച്ച് അവർക്ക് മറ്റുള്ളവർ ചെയ്യുന്ന നന്മയേക്കാൾ ഉപരി തിന്മയിലേക്കായിരിക്കും ആദ്യം അവരുടെ ശ്രദ്ധ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ബോധ്യത്തില്, പുണ്യപരിപൂർണർക്കുള്ള ഒരു ബോധ്യത്തിൽ തന്നെ നമ്മളും സുഹൃതാഭ്യാസം ചെയ്യേണ്ടതുണ്ട്. അതായത് എന്ത് കേട്ടാലും നമ്മളത് കണ്ണടച്ച് വിശ്വസിക്കാതെ ദൈവഹിതത്തിനൊക്കും വിധം നമ്മളത് സൂക്ഷ്മമായും സാവകാശമായും ചിന്തിച്ചിട്ട് മാത്രമേ അതിനെ വിലയിരുത്താമുള്ളൂ എന്നൊരാശയമാണ് നമുക്ക് ഈ 1-ാം ഉപദേശത്തിൽ നിന്ന് ലഭിക്കുന്നത്. ദൈവഹിതം എന്തെന്ന് നാം അറിഞ്ഞാൽ മാത്രമാണല്ലോ നമുക്ക് ദൈവഹിതത്തിനൊക്കും വിധം വിചിന്തനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഗ്രന്ഥം നാം ഗ്രഹിച്ച് അതിൽ നിന്ന് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ആത്മീയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് ആത്മീയ ജ്ഞാനവും കരസ്ഥമാക്കിയാലാണ് നമുക്ക് ഈ രീതിയിൽ ദൈവഹിതത്തിനൊക്കും വിധം കാര്യങ്ങളെ വിചിന്തനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2-ാമത്തെ ആത്മീയ ഉപദേശം, പ്രവർത്തികളിൽ തിടുക്കം കൂട്ടാതിരിക്കുന്നതും സ്വന്തം അഭിപ്രായങ്ങളിൽ ശാഠ്യം പിടിക്കാതിരിക്കുന്നതും വലിയ വിജ്ഞാനമാണ്. അതുപോലെ തന്നെ വിവേകമാണ്. മനുഷ്യരുടെ ഏതൊരു വാക്കും വിശ്വസിക്കാതിരിക്കുന്നതും സ്വന്തം നിഗമനങ്ങളെ അനുധാവനം ചെയ്യാതെ മനസാക്ഷിയും വിവേകവും ഉള്ളവനോട് ഉപദേശം ആരായുകയും നിന്നേക്കാൾ നന്മയുള്ളവനിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നത് ഉത്തമം. സുഹൃത ജീവിതം മനുഷ്യനെ ദൈവസന്നിധിയിൽ വിവേകവാനാക്കുന്നു, പല കാര്യങ്ങളിൽ സമർത്ഥനുമാക്കുന്നു. മനുഷ്യൻ എത്രയ്ക്ക് എളിമപ്പെടുകയും ദൈവത്തിന് കീഴ്പ്പെടുകയും ചെയ്യുന്നുവോ അത്രയ്ക്ക് വിവേകവും ശാന്തിയും കൈവരും. ഇതാണ് 2-ാമത്തെ ആത്മീയ ഉപദേശം. ആത്മീയ ഉപദേശത്തില് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് വലിയ വിജ്ഞാനവും വിവേകവും എന്താണെന്നാണ്. വലിയ വിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രവർത്തികളിൽ നമ്മൾ തിടുക്കം കൂട്ടരുത്. അതായത് വളരെയധികം ആലോചിച്ച് ദൈവഹിതം എല്ലാം ഗ്രഹിച്ച് സാവകാശമേ നമ്മൾ പ്രവർത്തിക്കാമോളൂ എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളുടെ തീരുമാനങ്ങളിൽ നമ്മൾ ശാഠ്യം പിടിക്കരുത്. അപ്പോൾ തുറവിയും എളിമയും നമുക്ക് വളരെ അത്യാവശ്യമാണെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളെക്കാൾ നല്ലവരിൽ നിന്ന് ചോദിക്കണം. അതുപോലെ മനസാക്ഷിയും വിവേകവും ഉള്ളവനോട് മാത്രമാണ് നമ്മൾ ഉപദേശങ്ങൾ ആരായേണ്ടത്, അല്ലെങ്കിൽ തെറ്റ് എന്നിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു വിവേകമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, കേൾക്കുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കാൻ പോകരുത്, അല്ലെങ്കിൽ കേട്ടതോ വിശ്വസിച്ചതോ ആയ കാര്യങ്ങൾ ഉടനടി ചെന്ന് മറ്റുള്ളവരോട് പറയരുത്. അത് നമ്മൾ വളരെയധികം നമ്മൾ സമൂഹത്തിൽ കാണുന്ന കാര്യമാണ്. എന്ത് കേട്ടാലും വിശ്വസിക്കുക, അതിൽ സത്യത്തിന്റെ തലമുണ്ടോ എന്നുപോലും പരിശോധിക്കാതെ അത് ഉടനടി അപരനോട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം കാണുന്നതാണ്. സത്യത്തിന് സൂക്ഷ്മവും ബാഹ്യവുമായ 2 തലങ്ങളുണ്ട്. ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അത് സത്യമാണെന്ന് തോന്നാമെങ്കിലും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് നാം ചെല്ലുമ്പോൾ ഒരുപക്ഷെ അത് സത്യമായിരിക്കുകയില്ല. ഒരു വസ്തുത പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് ആണ് സൂക്ഷ്മ തലത്തിലും അത് സത്യമാണെന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ
അത് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാനേ പാടുള്ളൂ. അത് നമ്മുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് പ്രവർത്തികളിലുള്ള ഏറ്റവും വലിയ വിവേകവുമാണ്. അതൊരു സുഹൃത അഭ്യാസമാണ്. അത് ദൈവസന്നിധിയിൽ പ്രീതികരവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന് നമ്മൾ കീഴ്പ്പെടുമ്പോഴാണ് നമുക്ക് വിവേകവും ശാന്തിയും കൈവരുന്നതെന്ന് പറയുന്നു. സാധാരണ നമ്മുടെ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മൾ വളരെ സ്മൂത്തായിട്ട് എല്ലാം പോകുമ്പോൾ നമുക്ക് ദൈവഹിതത്തിന് കീഴടങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നമ്മൾ കൂടുതൽ ഫലങ്ങൾ കായ്ക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെ ഒന്ന് വെട്ടിയൊരുക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഒരു ദിവ്യകാരുണ്യമായിട്ട് ദൈവം ഒന്ന് മുറിക്കുകയോ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ അഹത്തിന്റെ സൂക്ഷ്മമായ ഭാവങ്ങളെ തന്നെ അത് മുറിപ്പെടുത്തുന്നുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ദൈവഹിതത്തിന് കീഴ്പ്പെടുമ്പോഴാണ് അത് വിവേകത്തിലേക്കും ശാന്തിയിലേക്കും നമ്മളെ കൊണ്ടുപോവുകയുള്ളൂ. കാരണം നമ്മൾ ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് നിൽക്കുമ്പോൾ ആ മുറിപ്പെടുത്തലുകൾ എന്തിനായിരുന്നു എന്നും അത് നമ്മളെ കൂടുതൽ വളർത്തുകയാണ് ചെയ്യുന്നത് എന്നുമുള്ള ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വിവേകം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആ സാഹചര്യങ്ങൾ നമ്മളെ ശാന്തരാക്കി നിലനിർത്തുകയും ചെയ്യുന്നു. വിചിന്തനം: അന്യരുടെ കുറ്റം പറഞ്ഞു നടക്കുന്നത് ഉപവിക്കും ആത്മരക്ഷയ്ക്കും ദോഷകരമാണ്. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ദോഷകരം തന്നെ. അത് മനസ്സിനെ വേദനിപ്പിക്കുന്നു, ഹൃദയത്തെ താറുമാറാക്കുന്നു, വിരോധികളെ ജനിപ്പിക്കുന്നു, വൈരാഗ്യം നട്ടുവളർത്തുന്നു. കുറ്റത്തിന് പരിഹാരം ചെയ്യാതെ നമുക്ക് ദൈവത്തിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല. പ്രാർത്ഥന: ഓ ഈശോ, അയൽക്കാരനെ സ്നേഹിക്കുവാനുള്ള അങ്ങയുടെ കൽപ്പന നിറവേറ്റുവാനും അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളും അവരെ സ്നേഹിക്കുവാനും കൃപ ചെയ്യണമേ. ആത്മരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണല്ലോ. അങ്ങയുടെ അപ്രീതിക്ക് കാരണമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അയൽക്കാരന്റെ അപ്രീതിക്ക് കാരണമാകാതിരിക്കട്ടെ. ആമേൻ. അനുസ്മരണ വിഷയം: സുഹൃത ജീവിതം മനുഷ്യനെ ദൈവസന്നിധിയിൽ വിവേകവാനാക്കുന്നു, പല കാര്യങ്ങളിലും സമർത്ഥനുമാക്കുന്നു. അഭ്യാസം: എളിമ അഭ്യസിക്കുക, അതുവഴി വിശുദ്ധിയും വിജ്ഞാനവും കൈവരും. ഇവിടെ ഈ അധ്യായം സമാപിക്കുകയാണ്. ഈ അധ്യായവും ധ്യാനപൂർവ്വം പ്രാർത്ഥനാ വിഷയമാക്കി ഗ്രഹിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.